എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്, ഇതിനോടൊപ്പം ഉള്ളത് സാജൻ സൂര്യ ധന്യാണ്. നമസ്കാരം. നമസ്കാരം. സാജൻ സൂര്യ എന്തുകൊണ്ട് ബിഗ് ബോസിൽ പോകുന്നില്ല? ഞങ്ങളൊരു കൂലങ്കഷമായ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷൻ്റെ അവസാനം എൻ്റെ വൈഫ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോകണം. വിശ്വാസമില്ലായ്മ നമ്മൾ കാണുന്ന സാജൻ സൂര്യ അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ അഭിനയിച്ച് ഒരു 2 ദിവസം 3 ദിവസം നിൽക്കും, നമ്മുടെ റിയൽ സ്വഭാവം പുറത്തു വരുമോ? ഇന്നും സീരിയലിലാണെങ്കിലും ബിഗ് ബോസിൽ കയറുന്ന ആർട്ടിസ്റ്റുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം, സിനിമകൾ എന്നെ തേടി വരും. കറക്റ്റ്. ശരിക്കും ഒരിക്കലും അതൊരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം സിനിമയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലുണ്ടോ? 20 പേര് നമ്മൾ കൊണ്ടിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മൈൻഡ് സെറ്റ് എന്താണ്? 20 ശത്രുക്കളാണ്. അതായത് എന്നെ വെട്ടാൻ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഇവൻ എന്നോട് സംസാരിക്കുന്നത് ഗെയിമാണോ യാഥാർത്ഥ്യമാണോ? ഈ മൈൻഡ് സെറ്റിൽ എങ്ങനെ 100 ദിവസം നിൽക്കും? അപ്പം ഞാൻ അവരോട് എടുത്ത് ചോദിക്കേണ്ടത്, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി വർക്ക് കിട്ടാതിരിക്കുക? അങ്ങനെയൊന്നും ഇല്ല, അവർ വിളിക്കുന്നവർ അങ്ങനെയെല്ലാം പറയുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത്, 2 ആഴ്ച കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ചു പോരുമോ? ഇതെങ്ങനെ എന്ന് പോരുമായിരിക്കും തിരിച്ച്? അത് പറയാൻ പറ്റില്ല. 2 ആഴ്ചത്തെ ഡ്രസ്സ് എടുത്തോ? അപ്പം എനിക്ക് മനസ്സിലായി 2 ആഴ്ചയാണ് അവരുടെ മനസ്സിൽ മാക്സിമം. ബിഗ് ബോസിന് ശേഷം നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? നല്ല കഥാപാത്രങ്ങൾ. എനിക്ക് പിന്നെ നെഗറ്റീവ് ഒക്കെ വിളിച്ചു തുടങ്ങി. ഒരു കാര്യമില്ലാണ്ട് എവിടെ പോകണം, അങ്ങോട്ട് പോയാൽ കുഴപ്പം, നീ ആരുടെ ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള വഴക്ക്. അപ്പോൾ എന്തിനാണോ ഇപ്രാവശ്യത്തെ ആളുകളെല്ലാം അത്തരത്തിലുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നുന്നു. മുമ്പും ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഈ സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കാണെങ്കിൽ പോലും തോന്നുന്നു 2 എണ്ണം പൊട്ടിക്കേണ്ടതായിരുന്നു. നിങ്ങൾ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുവാണ്? ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ എഡിറ്റിംഗ് ഉണ്ട്. ആണ്. ഞാൻ കേട്ട സാജൻ സൂര്യ വയൽക്കാടി പോവാണെങ്കിൽ പെർ ഡേ 2 ലക്ഷം രൂപ മേടിക്കുമായിരുന്നു. കിട്ടും. അതാ ഞാൻ സാജൻ സൂര്യയെ പറ്റി കേട്ടിട്ടുള്ളതേ. ഒരാൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇല്ലെന്നാണ് പറയുന്നത്. എൻ്റെ ഭാര്യ മാത്രമേ പറയുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിം വർഗീസ്, ഇതിനോടൊപ്പം ഉള്ളത് സാജൻ സൂര്യ ധന്യാണ്. നമസ്കാരം. നമസ്കാരം. ഒത്തിരി സന്തോഷം കേട്ടോ, കാരണം കുറേ നാളുകളായിട്ട് ഒരുമിച്ച് ഒന്ന് ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അങ്ങനെ നമ്മൾ ഇരുന്നു. ഇന്നാണ് ഇരുന്നത്. അതാ ഞാൻ സാജൻ സൂര്യയെ പറ്റി കേട്ടിട്ടുള്ളതേ. ഒരാൾക്ക് ഇത്ര ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനുണ്ടോ എന്ന് ചോദിച്ചാൽ വേറെ ഇല്ലെന്നാണ് പറയുന്നത്. എൻ്റെ ഭാര്യ മാത്രമേ പറയുന്നില്ല. ഇല്ല, ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ഇന്റർവ്യൂവിന് പോയപ്പോഴും സാജൻ ചേട്ടനെ ഞാൻ പോസ്റ്റർ കണ്ടിരുന്നു, വളരെ നന്നായിട്ടുണ്ട് സാജൻ്റെ, ഞാൻ വിളിക്കണം എന്ന് ഓർത്ത് വിളിക്കാൻ പറ്റില്ല. വളരെ നല്ലൊരു മനുഷ്യനാണ്. നിങ്ങൾ വലിയൊരു മനുഷ്യനാണല്ലേ? ഞങ്ങൾ പരിചയപ്പെടുന്നു. ശരിക്കും ഞങ്ങൾക്ക് അറിയാം, സാജൻ ചേട്ടനെ അറിയാം. സാജൻ ചേട്ടൻ ആത്മയുടെ കാര്യങ്ങൾക്കൊക്കെ ആയാലും വളരെ റെസ്പോൺസിബിൾ ആയിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ചേട്ടനെ അങ്ങനെ അറിയാം. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ് നമ്മളെപ്പോഴും കാണുന്നതുകൊണ്ടും മറ്റു പിള്ളേരെ പോലെ ചെറുപ്പം തൊട്ടേ കാണുമെന്ന് ഞാൻ പറയില്ല. എന്നാലും ചേട്ടനെ ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ചേട്ടനെ പരിചയപ്പെടുന്ന ഈ ഒരു വർക്കിലൂടെയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കൂടുതൽ പരിചയപ്പെടുന്നത്. പക്ഷേ ഈ സാജൻ സൂര്യ ഇത്രയും ഗ്ലാമർ എവിടുന്ന് എൻ്റെ പൊന്നളവേ? വീട്ടിൽ നിന്ന്. ഇത് എന്ത് ആണോ? അച്ഛൻ്റെ ലുക്കാണോ? എന്ത് ചെയ്യാനാ, ഞങ്ങൾ കാരണവന്മാരായിട്ട് കുറച്ച് ഗ്ലാമർ കൂടി പോയതിനിപ്പോ നിങ്ങൾ ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം. മേഖലകളിൽ ഞാൻ പറഞ്ഞില്ല, വീട്ടിലെല്ലാവരും കുറച്ച് പാരമ്പര്യമായിട്ട് അത്യാവശ്യം വീട്ടിലെല്ലാവരും നല്ല കാണാൻ തിന്നറവും അതൊക്കെ ഉണ്ട്. അതെ, ജീനിന്റെ ഒരു ഗുണമാണ്. പിന്നെ ഇതൊന്നും നമുക്ക് തന്നെ ഇല്ലാത്തത്, മീൻസ് എനിക്ക് അതിന്റെ പ്രശ്നം എന്തുവാ? അതെ, ചുമ്മാ ഇങ്ങനെ ഇരുന്ന് ബിരിയാണി ഫുൾ അടിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ആണെങ്കിൽ പകുതി ബിരിയാണി, കാൽഭാഗം ബിരിയാണി ഒക്കെ കഴിക്കും. ശരിക്കും ഇപ്പോഴും ഡയറ്റ് നോക്കുന്നുണ്ടോ? അങ്ങനെയല്ല, ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കും. എല്ലാം കഴിക്കും, എല്ലാ ഫുഡും കഴിക്കും. പക്ഷെ അതിന്റെ കഴിക്കുന്ന ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ. ധന്യയുടെ ആണെങ്കിലോ? ഞാനും പിന്നെ ചുമത്തുള്ളത് തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിക്കൊണ്ട് അത്ര കഴിക്കും. അല്ല, ഞാൻ ശരിക്കും ചിലപ്പോൾ നമ്മൾ നന്നായിട്ട് കഴിക്കും. പക്ഷെ അതിനെ കോമ്പൻസേറ്റ് ചെയ്ത് ഞാൻ നെക്സ്റ്റ് ഡേ ഒക്കെ ഞാൻ വേണമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് ഫുഡ് വളരെ ലിമിറ്റഡ് ആണ്. അത് ശരിയാണ്. നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോൾ തന്നെ കഴിച്ചിട്ട് ഭയങ്കര കുറ്റബോധമൊക്കെ പറയാറുണ്ട്. അതെ, ഐസ്ക്രീം കഴിക്കണ്ടെന്ന് തോന്നുന്നു, പക്ഷെ കഴിച്ചിട്ട് ഇത് കുറ്റബോധം. സാജൻ സൂര്യ എന്തുകൊണ്ട് ബിഗ് ബോസിൽ പോകുന്നില്ല? വീട്ടിൽ സമ്മതിക്കുന്നില്ല. അതാണോ സത്യം? അതല്ല അല്ല, അതും ഒരു സത്യമാണ്. കാരണം ഇപ്രാവശ്യം കറക്റ്റ് ഗീതാ ഗോവിന്ദം കഴിഞ്ഞ സമയത്താണ്. എല്ലാ സീസണിലും വിളിയുണ്ട്. എല്ലാ സീസണിലും വിളിയുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഗീതാ ഗോവിന്ദം കഴിഞ്ഞ് എനിക്ക് വേണമെങ്കിൽ കറക്റ്റായിട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് ഇപ്രാവശ്യം. അതിന് മുമ്പ് വരെയൊക്കെ പല വർക്കുകളിലായിരുന്നു വിളിക്കുമ്പോൾ. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വെറുതെ ഒന്ന് വീട്ടിൽ ചോദിച്ചു, ഞാനിങ്ങനെ ബിഗ് ബോസിൽ പോകണമോ? അങ്ങനെ ഒരു തീരുമാനം എന്താണെന്ന് ഞങ്ങളൊരു കൂലങ്കഷമായ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷൻ്റെ അവസാനം എൻ്റെ വൈഫ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ബിഗ് ബോസിൽ പോകണ്ടെന്നാണ്. വിശ്വാസമില്ലായ്മ നമ്മൾ കാണുന്ന സാജൻ സൂര്യ അല്ലേ? അല്ല, ഉറപ്പായിട്ട്. അതെങ്ങനെയാണ്? ഞാനിപ്പോൾ വളരെ ഡീസൻ്റ് ആയിട്ട് അജുവിൻ്റെ അടുത്ത് സംസാരിക്കണം. ഈ സ്വഭാവമേ അല്ല എനിക്ക് എൻ്റെ വീട്ടിൽ. സ്വാഭാവികമായിട്ട് നിങ്ങളും ഞാനും എല്ലാവരും അങ്ങനെയാണ്.
അപ്പം ഞാൻ എൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിച്ച് എന്തിനാണ് പ്രേക്ഷകരെ വെറുപ്പിക്കുന്നത്? ഇപ്പം എല്ലാവർക്കും നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്വഭാവം, ഒരു ഇഷ്ടമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, അങ്ങനെയൊക്കെ അല്ലേ. ഇതൊന്നും അല്ല ഞാൻ വീട്ടിൽ. ഇതിന് ഉത്തരം തരാൻ നമ്മളെക്കാൾ പറ്റുന്ന ഒരാള്, ഒറ്റ പേര് ധന്യ. ഒന്ന് പോയി പണിയൊന്നും കിട്ടിയില്ല. പോയി ഞാൻ ഒരിക്കലും ഒരു 100 ദിവസം നിൽക്കും എന്ന് വിചാരിച്ചൊന്നും പോയ ആളല്ല. ഞാൻ ബിഗ് ബോസിൽ പോകുന്നത് തന്നെ വിചാരിച്ച ആളല്ല. കാരണം എൻ്റെ കൂടെയുള്ള പല ആർട്ടിസ്റ്റുകൾക്ക് ഇഷ്ടമായിരുന്നു പോകാനായിട്ട്. ഇതിനു മുമ്പ് കാണുമായിരുന്നു, ബിഗ് ബോസ് കാണുമായിരുന്നു? ഫസ്റ്റ് സീസൺ കുറച്ച് കണ്ടിട്ടുണ്ട്, ഹിന്ദിയിലുണ്ടെന്ന് അറിയാം. പക്ഷെ അങ്ങനെ ഒരു ബിഗ് ബോസ് ഫാൻ ഒന്നും ആയിട്ട് മാറിയിട്ടില്ലായിരുന്നു. എനിക്ക് ഷോ കണ്ട് അറിയാം, ഹിന്ദിയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മലയാളത്തിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ വഴക്കുകൾ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, ദൈവമേ എന്തിനാണെന്തോ ഇത്രയും വഴക്കുകൾ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എന്തിനാണെന്തോ ഇത്രയും വഴക്കുകൾ എന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. കാരണം ഈ ഷോയെക്കുറിച്ച് അങ്ങനെ വലിയ ധാരണയില്ലായിരുന്നു. അപ്പം ഞാൻ അതിനെ പറ്റിയ ആളല്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ എങ്ങനെയോ എനിക്ക് ഫസ്റ്റ് കോൾ വന്നു. എൻ്റെ കൂടെ ഉള്ളവർക്ക് പറഞ്ഞേക്കാൾ മുന്നേ അവർക്കൊക്കെ പോകാൻ ഇഷ്ടമാണ്. എൻ്റെ കൂടെ അഭിനയിച്ച് സീതാ കല്യാണമൊക്കെ ചെയ്ത് അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഫസ്റ്റ് കോൾ വരുന്നത്. വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ അവിടെ? ഞാൻ ചെറുതായിട്ട് അങ്ങനെ ചെറുതായിട്ട് തുടങ്ങിയപ്പോഴത്തേന് ആരോ തണിപ്പിച്ചപ്പോൾ കഴിഞ്ഞു പോയി. 1-2 പ്രാവശ്യം എവിടേക്കോ, അത്രേ ഉള്ളൂ. വഴക്കെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒന്ന് പറഞ്ഞപ്പോൾ എന്തോ ആവശ്യം എന്താ വെച്ചാൽ ഒരു പരിധി വിട്ട് ഞാൻ ആർക്കും സ്പേസ് വന്നിട്ടില്ല, അങ്ങനെ എന്തോ സംഭവം പറഞ്ഞിട്ടുള്ളൂ. പോയ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ലൈഫിൽ ഒരൊന്ന് പോയി നോക്കേണ്ടതാണോ അല്ലേ? അത് ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ നമ്മളിപ്പോ അഭിനയിച്ച് ഒരു 2 ദിവസം 3 ദിവസം നിൽക്കും, നമ്മുടെ റിയൽ സ്വഭാവം പുറത്തു വരുമോ? വരും, അത്യാവശ്യം വരും. ചിലവർ പക്ഷെ വെൽ പ്ലാൻഡ് ആയിട്ടൊക്കെ വരുന്നവരുണ്ട്. അത്രയും ദിവസം അഭിനയിച്ച് നിൽക്കാൻ പറ്റും? ഇതാണ് എല്ലാവരും ഒരു ചോദ്യം. ഞാൻ എന്റെയും പ്രശ്നം അതാണ്. ഒന്നാമത്തെ കാര്യം, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം മറക്കും, പ്രതികരിക്കും. 100% പ്രതികരിക്കുകയും ഞാൻ പെട്ടെന്ന് ട്രിഗർ ആവുകയും ചെയ്യും. അങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരൊറ്റ ഗെയിമിനേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരാള്. രജിത് കുമാറിനെ പോലെ ഒരു വ്യക്തിയൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ ആരും നമ്മൾ ബോധർ ചെയ്യേണ്ട കാര്യമില്ല. ഇവരെല്ലാം നമുക്ക് എഗെയിൻസ്റ്റ് ആണല്ലോ. പിന്നെ ഇവരുടെ സന്തോഷമോ ഇതൊന്നും നമുക്ക് ബാധിക്കില്ല. നമുക്ക് അങ്ങനെ നിൽക്കാം. നമ്മുടെ കുറച്ച് ഗെയിമും നല്ല വശങ്ങളും കാണിച്ച് നമുക്ക് വേണ്ടി നിൽക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ അവിടെ ഒരു റിലേഷൻസ് ഒക്കെ ഉണ്ട്, അവർ കുറേ പേര് നമ്മൾക്ക് പിണക്കേണ്ടി വരും എന്നൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. കാരണം ഇമോഷൻസ് വർക്കാവും. ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാതെ നമുക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല. അപ്പം എല്ലാവരും നമ്മൾ ഒറ്റപ്പെടുത്തി നമ്മൾ ഗെയിമിനാണ് വന്നത്, ഇവൻ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ ഇരുന്ന്, ഞാൻ എൻ്റെ ഗെയിം പ്ലാനിൽ മാറത്തില്ല, അങ്ങനെയാണ് നിൽക്കാം. ബിഗ് ബോസിന് ശേഷം നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണ്? നല്ല കഥാപാത്രങ്ങൾ. എനിക്ക് പിന്നെ നെഗറ്റീവൊക്കെ വിളിച്ചു തുടങ്ങി. അതുവരെ എന്നെ ഭയങ്കര പാവമായിട്ട് കണ്ടുകൊണ്ടിരുന്നവരൊക്കെ പിന്നെ നെഗറ്റീവ് ചെയ്യാൻ പറ്റുമോ, വില്ലത്തി ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു തുടങ്ങി. ഇന്നും സീരിയലിലാണെങ്കിലും ബിഗ് ബോസിൽ കയറുന്ന ആർട്ടിസ്റ്റുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം, സിനിമകൾ എന്നെ തേടി വരും. കറക്റ്റ്. ശരിക്കും ഒരിക്കലും അതൊരു ബിഗ് ബോസ് പ്ലാറ്റ്ഫോം സിനിമയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലുണ്ടോ? ഇല്ല. എന്നറിയാം, ആദ്യം സാബുമോൻ പോയപ്പോൾ സാബുവിന് ആ വഴി സിനിമ കിട്ടി, ലൈഫ് കിട്ടി എന്ന് പറയുന്നു. അതിനുശേഷം ഇപ്പോൾ രജിത് സാറാണെങ്കിലും അദ്ദേഹവും സിനിമ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പോയ അഖിൽമാരാണെങ്കിലും സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ സിനിമാ താരങ്ങളായില്ലെങ്കിൽ അതിനകത്ത് സാബു മാത്രമാണ് ഒരു. പക്ഷേ ഈ പറഞ്ഞ 3 പേര് ബിഗ് ബോസ് വിന്നറാ. അതെ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ബിന്നി പോയപ്പോഴും ബിന്നി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ബിന്നി അടുത്ത് എന്താണ് ബിന്നിയുടെ സിനിമ. എനിക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഇതുവഴി എനിക്കൊരു വേറൊരു ഓഡിയൻസിനെ കിട്ടും, കുറേ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കും, സീരിയൽ കാണാത്ത ആൾക്കാർ എന്നെ ശ്രദ്ധിക്കും, അതുവഴി എനിക്ക് സിനിമ കിട്ടുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിൽ മാത്രമാണ് ബിന്നി പോയിരിക്കുന്നത്. എനിക്കല്ല വിശ്വാസമുണ്ട്. ധന്യ പോകുന്ന നേരത്ത് അങ്ങനെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? സിനിമ അങ്ങനെ ഇല്ല. ഞാനപ്പോൾ നോക്കി നമ്മൾ കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ പറ്റുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അറിയപ്പെടും. നമ്മൾ വേറെ പറഞ്ഞ ഞാൻ പെട്ടെന്ന് ആലോചിക്കുക, 20 പേര് 20 സുഹൃത്തുക്കളെ നമ്മളൊരു മുറിക്കകത്തിട്ട് 100 ദിവസം ഇട്ടിരുന്നാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് വളരെ ജോളിയായിട്ടിരിക്കും. 20 പേര് നമ്മൾ കൊണ്ടിട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ മൈൻഡ് സെറ്റ് എന്താണ്? 20 ശത്രുക്കളാണ്. അതായത് എന്നെ വെട്ടാൻ നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കാണുമ്പം ഇവൻ എന്നോട് സംസാരിക്കുന്നത് ഗെയിമാണോ യാഥാർത്ഥ്യമാണോ? ഈ മൈൻഡ് സെറ്റിൽ എങ്ങനെ 100 ദിവസം നിൽക്കും? മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കണേ നമുക്ക് പരിചയമുള്ളവർ വരല്ലേ എന്നല്ലേ. കാരണം വന്നാൽ നമ്മൾ എങ്ങനെ അവരോട് നമുക്ക് എന്തെങ്കിലും അവരെന്തെങ്കിലും കാണിച്ചാൽ നമുക്ക് കുറ്റം പറയാതിരിക്കാൻ പറ്റുമോ? ഇത് എന്ത് ചെയ്താലും പുറത്തുനിന്ന് നമുക്ക് അടി ഉറപ്പാണ്. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ ആയി പോവും. ഭയങ്കര നമ്മൾ മെൻ്റലി ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും, ഡിപ്രസ്ഡ് ആവും. കുറേ പ്രശ്നങ്ങളുണ്ട് ഇതിൽ. ഞാൻ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവർ ചാടി പോകണമെന്ന് ഞാൻ പറയത്തില്ല. ഞാനപ്പോൾ ഒരു വർക്ക് കഴിഞ്ഞിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ സാൻചേട്ടൻ്റെ വർക്ക് കഴിഞ്ഞപോലെ എൻ്റെ സീരിയൽ കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഇതുപോലെ റിയാലിറ്റി ഷോ ചെയ്ത് അതിൻ്റെ വിന്നറായിട്ട് നിൽക്കുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കോൾ വരുന്നത്. അപ്പം ഞാനിങ്ങനെ റിയാലിറ്റി ഷോസൊക്കെ ചെയ്ത് അതിൻ്റെ ഹരം പിടിച്ച് തുടങ്ങിയുള്ളൂ. അപ്പോൾ വിളിച്ചുകൊണ്ടായിരിക്കും അപ്പോൾ പോയത്.
അപ്പം ഞാൻ അവരോട് എടുത്ത് ചോദിക്കേണ്ടത് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇനി വർക്ക് കിട്ടാതിരിക്കുമോ? അങ്ങനെയൊന്നും ഇല്ല, അവർ വിളിക്കുന്നവർ അങ്ങനെയല്ലേ പറയുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നത് 2 ആഴ്ച കഴിയുമ്പോൾ നീ വീട്ടിൽ തിരിച്ചു പോരോ? ഇതെങ്ങനെ എന്ന് പോരുമായിരിക്കും തിരിച്ച്? അത് പറയാൻ പറ്റില്ല. 2 ആഴ്ചത്തെ ഡ്രസ്സ് എടുത്തോ? അപ്പം എനിക്ക് മനസ്സിലായി 2 ആഴ്ചയാണ് അവരുടെ മനസ്സിൽ മാക്സിമം. അത് കഴിഞ്ഞാൽ എന്നെ പറഞ്ഞു വിടുമായിരിക്കും. പക്ഷെ ഞാൻ പോയപ്പോൾ കുറേ ഡ്രസ്സ് എടുത്തു. എൻ്റെ മനസ്സിൽ ഞാൻ കുറേ ദിവസം കുറേ ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഞാൻ എത്ര ഡ്രസ്സ് ഞാൻ എടുത്തുകൊണ്ട് പോയി അത്രയും ദിവസം ഞാൻ വളരെ കൂളായിട്ട് അവിടെ നിന്നു. ഒരുത്തനും എന്നെ നോമിനേറ്റ് ചെയ്തില്ല, ഒരാളും എന്നെ നോമിനേറ്റ് ചെയ്തു. എനിക്കറിയില്ല അതിൻ്റെ ഗെയിമൊന്നും, ഞാനിങ്ങനെയൊക്കെ തന്നെയാണ്. ഇത് കൂടുതലും കാണുകയല്ല, കേൾക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ കേൾക്കുന്ന പരിപാടിയേ ഉള്ളൂ. പക്ഷേ കേൾക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിൻഡർ ഗാർഡനിൽ കുറേ ആൾക്കാരെ കൊണ്ടിട്ട് ആ ആൾക്കാർ എന്തിനും വഴക്കുണ്ടാക്കും. അതെ, നിന്നാലും ഇരുന്നാലും ഓടിയാലും വാഷണോ എന്തിനും വഴക്കുണ്ടാകും. അപ്പം നമ്മൾ കിൻഡർ ഗാർഡനിൽ അങ്ങനെയല്ല, ഒരു കാര്യമില്ലാണ്ട് എവിടെ പോണു, അങ്ങോട്ട് പോയാൽ എന്താ കുഴപ്പം, നീ ആരുടെ ചോദിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള വഴക്ക്. അതെ. അപ്പോൾ എന്തിനാണോ ഇപ്രാവശ്യത്തെ ആളുകളെല്ലാം അത്തരത്തിലുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നുന്നു. മുമ്പ് ഇങ്ങനെ ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ല. ഇങ്ങനെ അല്ലായിരുന്നു. എന്റെ മേക്കപ്പ് എടുത്തു, അതെടുത്തു, ഇതെടുത്തു, അങ്ങനെയാണല്ലോ. അങ്ങനത്തെ വഴക്കുകളാണ് ഇപ്പോൾ. എനിക്കെന്നെ ഇത് ഹിന്ദി സ്വാഭാവികമായിട്ട് ബിഗ് ബോസ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കാണെങ്കിൽ പോലും തോന്നുന്നു 2 എണ്ണം പൊട്ടിക്കേണ്ടതായിരുന്നു. നിങ്ങൾ അകത്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്തുവാ? ഞങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ ഡെയിലി ഇത് കാണുകയല്ലേ, കുറേ കഴിയുമ്പോൾ വല്ലയിടത്ത് ഇരുന്ന് തളർന്നിരിക്കും സത്യം. നമ്മൾ ആക്റ്റീവ് എപ്പോഴും ഒരു പഞ്ചിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. നമ്മൾ എപ്പോഴും വഴക്കുകൾ കാണുമ്പോൾ എല്ലാത്തിനും നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യരല്ലേ നമ്മൾ, അവരെത് ചുമ്മാ ക്രിയേറ്റ് ചെയ്യണം, അവരെന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ ചിലത് നമ്മൾ തലയിടാൻ പോയിട്ടില്ല. അപ്പോൾ പറഞ്ഞു സേഫ് ഗെയിമാന്നൊക്കെ പറഞ്ഞു. എന്ത് നമുക്ക് വയ്യ, കുറെ കഴിയുമ്പോൾ മൈൻഡ് അങ്ങനെ. അത് എന്തിനാ എല്ലാത്തിനും ആവശ്യമുള്ള കണ്ടന്റ് കൊടുത്തപ്പോ എന്ന് തോന്നുന്നൊരു ഇതുണ്ട് അങ്ങനെ. പക്ഷെ അവിടെ അവർ സ്കോർ ചെയ്യുവാണ്. നമുക്ക് പുറത്ത് പ്രേക്ഷകരുടെ കയ്യടി മേടിക്കുന്ന അവരാണ്. നമ്മൾ മര്യാദയ്ക്ക് നല്ല കണ്ടന്റ് എന്ന് പറയുമ്പോൾ 24/7 കണ്ടന്റ് കൊടുക്കണ്ടേ. ഇതിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല, പക്ഷെ എഡിറ്റിംഗ് ഉണ്ട്. അതായത് എന്ത് കാണിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഇങ്ങനെ രണ്ടിടത്തിരിക്കുന്നവരെ ഇങ്ങനെ ഒന്നിച്ചെന്നുള്ള ഒരു ഈ ഒരു നോട്ടം എടുത്ത് അപ്പുറത്തുനിന്ന് നോട്ടം എടുത്തിട്ട് രണ്ടുപേരും തമ്മിൽ. അതുപോലെ ഞാൻ വേറൊരു കാര്യം, ഈ പല ഇപ്പോ എന്നാ ഇവിടെ ഇരിക്കും, ഞാൻ അവിടെ ഇരിക്കാം, എനിക്കത് കാര്യം ചോദിക്കുന്നത്. ഈ പല നമ്മളിപ്പോ ഒരു സംഭവം നടന്നു എന്ന് വെച്ചോ, അതിൽ ഒരാളുടെ റിയാക്ഷൻ എടുക്കുന്നത് അപ്പോഴത്തെ റിയാക്ഷൻ തന്നെ ആയിരിക്കുമോ, അതോ മുമ്പ് എപ്പോഴെങ്കിലും എടുത്ത റിയാക്ഷൻ ആയിരിക്കും? മുമ്പ് എപ്പോഴെങ്കിലും അല്ല, ഒരു 1 hour കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഒരാൾ അവിടെ റിയാക്ഷൻ ഇട്ടത്. ഓൾമോസ്റ്റ് എല്ലാം അപ്പോൾ ഡയറക്റ്റുള്ള കോൺവെർസേഷൻ എല്ലാം അപ്പോഴത്തെ റിയാക്ഷൻ ആയിരിക്കും. പക്ഷെ നമ്മൾ രണ്ടുപേരും വേറൊരാളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരവിടത്തെ ഏതെങ്കിലും ഷൂട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പൊ സാജൻ സൂര്യക്ക് പുറത്ത് നല്ല സപ്പോർട്ടാ, ധന്യക്ക് ഫുള്ള് വെറുപ്പാ. സാജനൊരു തെറി വിളിച്ചു, ധന്യ സ്റ്റാർട്ടിങ് സാജനാണ് വിളിക്കുന്നത്, ധന്യയെ 2ാമത് വിളിച്ചു, സപ്പോർട്ടുള്ള സാജനെ ഞാൻ കട്ട് ചെയ്ത് കളയും. ധന്യ സാജനെ തെറി വിളിച്ചു എന്ന ക്യാപ്ഷൻ ഉൾപ്പെടെ വരും. അപ്പൊ തെറിവിളി മൊത്തം പുറത്ത് എനിക്ക് കിട്ടും. എന്തിനാ വെറുതെ? പിന്നെ പൈസ മേടിച്ച് തെറിവിളി കേട്ടോട്ടെ. ഞാൻ കേട്ട സാജൻ സൂര്യ വയൽക്കാടി പോവാണെങ്കിൽ പെർ ഡേ 2 ലക്ഷം രൂപ മേടിക്കുമായിരുന്നു. കിട്ടും, അത്ര കിട്ടിയാലേ പോവുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എമൗണ്ട്? ആര് പറയാൻ? അങ്ങനെ കിട്ടിയാലേ പോവുള്ളൂ. 3 ലക്ഷം രൂപയായിരുന്നു അല്ലേ? ദൈവമേ, വീട്ടിൽ ഇൻകം ടാക്സ് വന്ന് നല്ല എമൗണ്ട് ഉണ്ടായിരുന്നു അല്ലേ? കുഴപ്പമില്ലായിരുന്നു. അത് ഓരോ ദിവസം ഇറങ്ങി എണീക്കും, ദൈവമേ ഒരു സ്ഥലം നിന്നു ഒരു വർക്ക്, അടുത്ത ദിവസം അവിടെ പോയി. മനസ്സിലായില്ലേ, വീട്ടില് പട്ടിണിയായിട്ട് മാത്രമാണ് പോയത്, നേരത്തെ പറഞ്ഞേക്ക് വെറുതെ. അല്ല, ഞാൻ നെക്സ്റ്റ് സീസണിൽ പോയ റെനീഷ പറഞ്ഞു, ചേച്ചി പറഞ്ഞു വിട്ട എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ഒരു വർക്ക്. ഉറങ്ങി എണീക്കുമ്പോ തന്നെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഏതായാലും ഒത്തിരി സന്തോഷം. ഞാൻ 2 പേരുടെ വീട്ടിൽ വരുന്നുണ്ട് കേട്ടോ. വെൽക്കം. അപ്പൊ എനിക്ക് എന്ത് തരും? എന്താണ് ബിരിയാണി ഉണ്ടാക്കി വീട്ടില്? ഞാനും അത് പറയാൻ പോയത്. ഒരാൾ ബിരിയാണിയാ, ഞാൻ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കി തരാം. മതി. ഞാൻ ബീഫ് മതി. ഞാൻ ഇത് പറഞ്ഞ് വിളിക്കുമ്പോ അജിനോ ആര് ഏത് ചോദിക്കല്ലേ? ഞാൻ ബീഫ് മേടിക്കാൻ പോയിട്ടുള്ളൂ കുറച്ച്. അല്ല, ഞാൻ പറയാൻ അങ്ങനെയല്ല, വീട്ടിലവരെ മീൻകാരി എപ്പോൾ പ്രോൺസ് കൊണ്ടുവരും അപ്പം വിളിച്ചിട്ട് വന്ന് പറയും. പ്രായമാകാതെ സൗന്ദര്യം 2 പേരുടെയും ഇനിയും മുന്നോട്ട് തുടരട്ടെ. അത് സൂപ്പർ. എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് താങ്ക് യു.